വനം വകുപ്പിനെ വെല്ലുവിളിച്ച് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കുക തന്നെ ചെയ്യും. വന്യജീവികൾ നാട്ടിൽ ഇറങ്ങിയാൽ വെടിവെക്കും. നിയമത്തിന്റെ നൂലാമാലകൾ കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്നും KP ഉദയഭാനു. ഇവിടെ മനുഷ്യന്റെ പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കാൻ പറ്റില്ല. പട്ടയഭൂമിയിൽ കൃഷി ചെയ്തിരിക്കുന്ന മരം ഞങ്ങൾ മുറിക്കുക തന്നെ ചെയ്യും. അതിനെ ഞങ്ങൾക്കെതിരെ വന്നാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. മനുഷ്യന് സംരക്ഷണം കൊടുക്കാത്ത എല്ലാ നിയമങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ നമുക്ക് ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിന് എല്ലാ പരിശീലനവും ഈ നാട്ടുകാർ നൽകാൻ പോവുകയാണ്. അങ്ങനെ ഈ നാട്ടിലിറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ ഞങ്ങൾ വെടിവെക്കും. സ്ത്രീകളടക്കമുള്ള ആളുകൾ വെടിവെക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. നിയമത്തിൻ്റെ നൂലാമാലയൊന്നും കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ ഭയപ്പെടുന്നില്ല. മനസ്സിലായി? അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീ, മലയോര മേഖലയിലെ ഒരു ജനകീയ വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ അപ്പോഴും നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കാനും തങ്ങൾ മടിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണല്ലോ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീജിത്ത്? തീർച്ചയായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ കേന്ദ്ര വനം നിയമത്തെയും വെല്ലുവിളിക്കുക തന്നെയാണ് CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുൻപ് ചിറ്റാറിൽ, പത്തനംതിട്ടയിലെ കിഴക്കൻ മലയോര മേഖലയായ ചിറ്റാറിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ, അത് വന്യമൃഗ ശല്യത്തിനെതിരെ പട്ടയം അടിയന്തരമായി നൽകാത്തതിനെതിരെയൊക്കെ കൂടിച്ചേർത്ത് CPIMന്റെ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ KP ഉദയഭാനുവിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു നിയമവും അംഗീകരിക്കില്ല എന്നാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വന്യജീവികൾ നാട്ടിലിറങ്ങിയാൽ വെടിവെക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു വന്യമൃഗം തങ്ങളെ കൊല്ലാൻ വന്നാൽ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കൊല്ലേണ്ടി വരും എന്നുകൂടി പറയുന്നു. ഇതുകൂടാതെ പന്നിയെ വെടിവെച്ച് കൊന്നാൽ മണ്ണെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പന്നിയെ വെടിവെച്ചാൽ മനുഷ്യർക്ക് കഴിക്കാമെന്നും CPIMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു. കഴിക്കാനുള്ള മൃഗങ്ങളെ വെടിവെച്ചാൽ മനുഷ്യർക്ക് കഴിക്കാം. അതാണ് ലോകരാജ്യങ്ങളുടെ നിയമം. അതൊന്നും ഇവിടെ ബാധകമല്ല എന്ന തരത്തിലാണ് ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥർ നിയമം പെരുമാറുന്നത്. ജനങ്ങളെ അംഗീകരിക്കാത്ത ഒരു നിയമവും മനുഷ്യനെ അംഗീകരിക്കാത്ത ഒരു നിയമവും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. സ്ത്രീകളെ അടക്കം പന്നികളെ വെടിവെക്കാൻ, ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് ഇറങ്ങി ജനവാസ മേഖലയിലെത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കാൻ സ്ത്രീകളെ അടക്കം പരിശീലിപ്പിക്കുമെന്നും കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഇത്തരത്തിൽ വിമർശനം ഉയർത്തുകയാണ് CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി.